കൊണ്ടോട്ടി നെടിയിരിപ്പിലാണ് നമ്മൾ ഓടുന്നത്. ഡീസൽ ആണോ ഉപയോഗിക്കുന്നത് അതോ CNG ഉള്ള വണ്ടിയാണോ അതോ ഇലക്ട്രിക്കോ? നമ്മൾ ഡീസൽ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹാപ്പിയാണ്. ഡീസൽ വണ്ടി എന്തുകൊണ്ട് നമുക്കൊരു എളുപ്പമാണ്. നമ്മൾ അടുത്തടുത്ത് പമ്പുകളുണ്ട്. പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് ആയി നമുക്ക് തന്നെ കുറെ ഒക്കെ ചെയ്യാൻ കഴിയുന്നത് സാഹചര്യമാണ്. CNG എന്ന് പറഞ്ഞാല് കൂടുതലും മറ്റേ അതിന്റെ സിസ്റ്റങ്ങൾ പറഞ്ഞാല് ഓട്ടോമാറ്റിക് ആണ്. മറ്റേ കാര്യങ്ങള് കറണ്ട് ആവുമ്പോഴും അതുപോലൊക്കെ തന്നെ വരുന്നത്. ഒരു 150 കിലോമീറ്റർ ആവറേജ് ഒരു ദിവസം ഓടാണ്ടാവും. അപ്പൊ ഡീസൽ വണ്ടി ആണെങ്കിൽ എത്ര റുപ്യന്റെ മെയിൻ്റെനൻസ് നമ്മൾ കാണപ്പെട്ടി? ഡീസൽ വണ്ടി ഒരു 1000-1500 മേലെ വരും. ഇതേ ഓട്ടം ഇലക്ട്രിക് വണ്ടി ആണെങ്കിലോ അതിനൊരു 60-70 ചെലവ് അത്രേ വരുള്ളൂ. നമ്മള് ആദ്യ ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചത്. അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ട് ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾ എല്ലാവരും ഡീസൽ വണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഡീസൽ വണ്ടി മാറിയിട്ട് CNGക്ക് മാറണം അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണല്ലോ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. ഇലക്ട്രിക് വണ്ടി എടുക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? ഡീസൽ വണ്ടിനായിട്ട് കുറച്ച് ജെർക്കിങ് സൗണ്ട് നമുക്ക് കുറയാനും വേണ്ടി അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിലേക്ക് മാറി. ചവിട്ടി കളിക്കണ രാംപറ്റമൻ തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് വണ്ടി എടുത്തതിൽ ഏറ്റവും വെച്ചത് ഈ കണ്ടിന്റെ മോട്ടർ തന്നെ ഉള്ളൂ. നിങ്ങൾ ഡീസൽ വണ്ടി ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ CNGന്റെ വണ്ടിയിലേക്ക് മാറോ കറണ്ടിന്റെ വണ്ടിക്ക് മാറോ? നമ്മൾ കറണ്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചോദിച്ചതാണ്. വരികയാണെങ്കിൽ നമുക്ക് കറണ്ടിലേക്ക്. പിന്നെ നല്ല റബ്ബറൈസ്ഡ് റോഡൊക്കെ നല്ല പോകാനൊക്കെ നല്ല സുഖം തന്നെയാണ്. നമുക്കുള്ള കുഴപ്പം എന്താ വെച്ചാല് ഇതിന്റെ കമ്പനി സർവീസ് കാര്യങ്ങള്. ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന വീട്ടിലേക്ക് വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വരുമാനം വരുന്ന ഒരു മേഖലയാണ് ഓട്ടോ മേഖല എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് 2-3 കമ്പനികളുടെ പുതിയ ഓട്ടോറിക്ഷയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡീസൽ, CNG, ഇലക്ട്രിക് തുടങ്ങിയ 3 സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയും അതിൽ നിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത്തരം ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. ഞാൻ ഈ മോണ്ട്ര വണ്ടിയുടെ ഉപയോഗിച്ച ആളുകളെ അഭിപ്രായങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾ തിരക്കിലല്ലോ? നിങ്ങൾ എന്ത് സാധനം വാങ്ങാൻ വന്നതാണോ? ഓക്കെ. എവിടെ സ്ഥലം എവിടെ? ഞാൻ ഈ മൈക്കൊന്ന് വെച്ചോട്ടെ? വെച്ചോളെ. പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ്. ആയിക്കോട്ടെ. അവിടെ പെരിന്തൽമണ്ണ പുലാമന്തോളം. ഓക്കെ. പിന്നെ എത്ര കാലമായി ഈ വണ്ടി എടുത്തിട്ട്? ഇതെടുത്തിട്ട് ഇപ്പൊ ഇവിടെ 9 മാസമായി. 9 മാസമായി. ഇപ്പൊ ഇലക്ട്രിക് വണ്ടികളൊക്കെ ആൾക്കാർ കൂടുതൽ എടുക്കുന്ന സമയമാണ്. അതെ. എന്താ ഇലക്ട്രിക് വണ്ടി എടുക്കാനൊരു തോന്നല്? ഞാന് 2000 ഡീസൽ വണ്ടി ഫസ്റ്റ് എടുക്കണം. അത് ഗുഡ്സ് ആയിരുന്നു എടുത്തത്. ഡെലിവറി വാന് ലൈനിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതെടുത്ത് ഇങ്ങനെ ഒരു 6 വർഷം അത് യൂസ് ചെയ്ത് പിന്നെ കൊട്ടവണ്ടിയാക്കി. പിന്നെ പാസഞ്ചർ നമുക്ക് മാറി. അപ്പോഴാണ് ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ആ പാസഞ്ചറെ ഫ്രീ വെറ്റ് ആക്കിയിട്ട് കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യില് പിന്നെ അതുലിന്റെ പാസഞ്ചർ പ്രൈവറ്റ് വണ്ടി ഉണ്ട്. 12 വർഷമായിട്ട് എന്റെ കയ്യിലുണ്ട്. 12 വർഷമായിട്ട് ഒരു ഡീസൽ വണ്ടി ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അത് വിറ്റിട്ടില്ല. പക്ഷെ ഞാൻ പുതിയ ഡീസൽ വണ്ടി തന്നെ മാറാൻ വേണ്ടിട്ട് പോയപ്പോ ഒക്കെ സെൻസർ വണ്ടികളാണ് കണ്ടത്. അപ്പൊ സെൻസർ വണ്ടിനോട് എനിക്ക് താല്പര്യമില്ലാന്നുണ്ട്. മാറി നിന്ന് 2 ആഴ്ച കഴിയും വണ്ടി വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ മോണ്ട്ര എന്റെ ഇലക്ട്രിക് വണ്ടി മലപ്പുറത്ത് ഷോറൂം ഒന്നുണ്ട് പറഞ്ഞു. ഷോറൂമിൽ പോയി അവരോട് എൻക്വയറി ഒക്കെ ചോദിച്ച് പോന്ന്. പിന്നെയും പോയി ഒരു വണ്ടി ട്രയൽ ഓടി. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊക്കെ 2-3 പേരൊക്കെ എടുത്തിക്കണെന്ന് പറഞ്ഞപ്പോ അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ അതിലേക്ക് മാറിയതാണ്. അപ്പൊ ഡീസൽ വണ്ടി 12 വർഷമായിട്ട് ഒരേ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 2000 മുതൽ ഏകദേശം 24 കൊല്ലമായിട്ട് ഡീസൽ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റമായിട്ട് ഇപ്പൊ എന്താ തോന്നിയത് നിങ്ങൾക്ക്? മാറ്റമായിട്ട് എന്താ വെച്ചാല് നമുക്ക് ഒന്ന് മെയിനായിട്ട് വർക്ക്ഷോപ്പുകൾ കയറി ഇറങ്ങണ്ട, അതൊരെണ്ണം. പിന്നെ എന്താ വെച്ചാല് നമുക്ക് ഡീസൽ, അതായത് ഇപ്പൊ എനിക്ക് എന്റെ ഉപയോഗത്തിന് ഒരാഴ്ചയിൽ ഒരു 2000 രൂപയുടെ ഡീസൽ അടിക്കണം ഒരാഴ്ചയിൽ 7 ദിവസത്തിന്. എന്നോടത്ത് എനിക്കിത് 2 പ്രാവശ്യം ചാർജ് ചെയ്താൽ എന്റെ ഒരാഴ്ചത്തെ ആവശ്യങ്ങൾ നടക്കും. അപ്പൊ എനിക്ക് അവിടെ വരുന്നത് ഒരു 160-170 രൂപയാണ് കറണ്ടിന്റെ എനർജി പോകുന്നത്. മനസ്സിലായോ? പിന്നെ എന്താ വെച്ചാല് ഇതന്നെ 2 കാര്യമാണ്. ഒന്ന് വർക്ക്ഷോപ്പ് കയറി ഇറങ്ങണ്ട, മെയിൻ്റെനൻസ് കുറവാണ്. മെയിൻ്റെനൻസ് ഇല്ല. നിങ്ങളിപ്പോ എത്രയും വണ്ടി എടുത്തിട്ട്? ഇത് 9 മാസമായി.
9 മാസമായി. 9 മാസത്തിനുള്ളിൽ സർവീസ് സെന്ററിൽ ഇപ്പൊ എത്ര പ്രാവശ്യം പോയി? ഇതിപ്പോ ഒരു 3 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. 3 പ്രാവശ്യം? രണ്ട് സർവീസിനും പോയി. ഒരു പ്രാവശ്യം ആനലി ചളി കയറിയിട്ട് ബെയറിംഗിൽ ചളി കയറിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ അത്രേ പോയിട്ടുള്ളൂ. വേറെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫീസ് പോയൊക്കെ ചെയ്യുമ്പോ അവരോട് വിളിച്ചു ചോദിച്ച എന്നെ ഫീസ് വാങ്ങിച്ചിടുക എന്ന് പറയും, നമ്മളത് വാങ്ങിച്ച് മാറ്റിയിടുക, അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. ഞാൻ ബഷീർ ചെമ്പിക്കൽ. ഞാൻ 40 വർഷമായി ഓട്ടോറിക്ഷ തുടങ്ങിയിട്ട്. ചവിട്ടി കളിക്കണ രാമ്പറ്റമെന്ന് തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് വണ്ടി എടുത്തതിൽ ഏറ്റവും വെച്ചത് ഈ കറണ്ടിൻ്റെ മോട്ടർ തന്നെ ഉള്ളൂ. ഒരു 10,000 ഉറുപ്പിക കറണ്ട് കയറ്റിയാൽ ഒരു 12,000 ഉറുപ്പിക ഓടാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടി ഈ ദുനിയാവിൽ ഒരു കമ്പനി ഇറക്കിയിട്ടില്ല. സർവീസ് ആണെങ്കിൽ വിളിക്കുമ്പോൾ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഒക്കെ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ ഡീസൻ്റാണ്. ആർക്ക് വേണമെങ്കിലും ഈ വണ്ടി എടുക്കാം. വളരെ 100ക്ക് 100 ഓക്കെയാണ്. അത് 40 വർഷം ഉപയോഗിച്ച്. ഇതിപ്പോ 5 മാസമായിട്ടുള്ളൂ. ഈ വണ്ടി എടുത്തതിലൊക്കെ ഏറ്റവും കൂടുതൽ മെച്ചുള്ളത് ഈ മോട്ടറായിട്ടാ തോന്നുള്ളൂ. പുറത്തുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാവും. ഒരു പ്രശ്നമില്ല. ആർക്കും ധൈര്യത്തിൽ എടുക്കാം. എത്ര കിലോമീറ്റർ ഓടിപ്പോ? ഞാൻ 15,000 കിലോമീറ്റർ ഓടി. എനിക്കിതുവരെ കാര്യമായിട്ട് ചെലവൊന്നും വന്നിട്ടില്ല. ഇവിടെ 3 സർവീസ് തന്ന് ഓൾ ഇന്ത്യ ഇപ്പൊ വാങ്ങിയിട്ടില്ല. എനിക്കിവിടെ ഒരു ഉറുപ്പ ചെലവായിട്ടൊന്നുമില്ല. വളരെ റാത്താണ്. എന്റെ പേര് സിദ്ദീഖ്. ഞാൻ മേലെപറമ്പിൽ, അതായത് കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരിപ്പ് മേലെപറമ്പ്. ഈ എഞ്ചിന്റെ വണ്ടി ഇപ്പൊ 1 വർഷത്തോളം. അതിന് മുമ്പ് ഏത് വണ്ടിയാണ്? ഡീസൽ? മഹീന്ദ്രന്റെ ഡീസൽ വണ്ടി. ഡീസൽ വണ്ടിയാണ്. ഇപ്പൊ ഡീസൽ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും CNG-യിലേക്ക് മാറാൻ കാരണം? ഡീസൽ വണ്ടിനായിട്ട് കുറച്ച് ജെർക്കിങ് സൗണ്ട് നമുക്ക് കുറയാനും വേണ്ടി അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിലേക്ക് മാറ്റിയത്. അതിന് മാറ്റമുണ്ട്. മാറ്റമുണ്ട്. പിന്നെ നല്ല റബ്ബറൈസ്ഡ് റോഡ് ഒക്കെ നല്ല പോകാനൊക്കെ നല്ല സുഖം തന്നെയാണ്. നമുക്കുള്ള കുഴപ്പം എന്താ വെച്ചാല് ഇതിന്റെ കമ്പനി സർവീസ് കാര്യങ്ങള് ഇപ്പൊ എല്ലായിടത്തും ആകാത്തോണ്ടുള്ള ഒരു പ്രശ്നമുള്ളൂ. ഇപ്പൊ എന്റെ പേര് ഷിജു. NH കോളനി എന്നാണ് എന്റെ വീട്. നമ്മളിവിടെ ഓടാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. കോളനി റോഡല്ല, നെടിയിരിപ്പ്. കൊണ്ടോട്ടി നെടിയിരിപ്പിലാണ് നമ്മൾ ഓടുന്നത്. ഇപ്പൊ ഡീസൽ ആണോ ഉപയോഗിക്കുന്നത്, അതോ CNG ഉള്ള വണ്ടിയാണോ, അതോ ഇലക്ട്രിക്കോ? നമ്മൾ ഡീസൽ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹാപ്പിയാണ്. നിങ്ങൾ എന്താ ഡീസൽ വണ്ടി തന്നെ ഉപയോഗിക്കാൻ കാരണം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കാരണം? ഇപ്പൊ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മള് ആദ്യം ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചത്. അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ട് ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾ എല്ലാവരും ഡീസൽ വണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഡീസൽ വണ്ടി മാറിയിട്ട് CNG-ക്ക് മാറണം, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണല്ലോ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്, ഇലക്ട്രിക് വണ്ടി എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? ഇല്ല, നമുക്ക് തോന്നിട്ടില്ല. വർഷാപ്പരമായിട്ടേ ഒക്കെ നമുക്ക് കുറച്ച് പൈസ വരുള്ളൂ മെയിൻ്റെനൻസ് പണിക്കൊക്കെ. അപ്പൊ അതേ ഞങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ ഡീസൽ വണ്ടി കൊണ്ടുവന്നാൽ അതിനൊക്കെ ചെറിയ കംപ്ലൈന്റ് എന്നാലും വല്ല പൈസ ഒന്നും ആവില്ല വർഷാപ്പിലൊന്നും. ഡീസൽ വണ്ടിക്ക് പണി വന്നാലും വല്ലാതെ പൈസ വരില്ല. ഈ പെട്രോൾ വണ്ടി ഇപ്പൊ ഇല്ലല്ലോ, കറണ്ടിന്റെ ഇപ്പൊ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഡീസൽ വണ്ടിക്ക് എവിടെ വിളിച്ചാലും ആളുകളുണ്ട്, മെക്കാനികളുണ്ട് വന്ന് നന്നാക്കാൻ. പിന്നെ കുറെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നന്നാക്കാൻ മാത്രമേ ഉള്ളൂ. കൊണ്ടോട്ടി കൊട്ടുകര. നിങ്ങൾ ഇതിനു മുമ്പ് ഡീസൽ വണ്ടി ഏതാ ഉപയോഗിച്ചിന്? ബജാജിന്റെ ഡീസൽ. എത്ര കൊല്ലം ഉപയോഗിച്ചു നിങ്ങള്? അത് ഞാന് 2-3 ഉപയോഗിച്ചു. 3-4 കൊല്ലം ഡീസൽ വണ്ടി ഓട്ടോറിക്ഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങള് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറി. പിന്നെ ഡീസൽ വണ്ടി ഉപയോഗിച്ചാണ്ട് ഇപ്പം CNG-ന്റെ വണ്ടി വന്ന്, CNG വിത്ത് പെട്രോൾ വണ്ടികൾ വന്ന്, അത് കഴിഞ്ഞ് ഇപ്പൊ ഇലക്ട്രിക് വണ്ടികൾ വന്ന്. എന്തുകൊണ്ട് ഞങ്ങള് പെട്രോൾ CNG ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അത് നോക്കാതെ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറാൻ കാരണം എന്താ? ഇലക്ട്രിക് വണ്ടി ലാഭത്തിലാണ്, ഓട്ടത്തില് കായും ബാക്കി ഉണ്ടാവും പോലെ. ഡീസൽ വണ്ടിയിൽ അതേ വലിയും അതേപോലെ പുള്ളിങ്ങൊക്കെ ഇലക്ട്രിക് വണ്ടിയുണ്ട്. അപ്പൊ ഡീസൽ വണ്ടിനേക്കാൾ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ഇലക്ട്രിക് വണ്ടിയായിട്ട്? ഞാൻ ആ കമ്പനി പേര് പറഞ്ഞില്ല, എന്നാലും നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് മുമ്പ് ഉപയോഗിച്ച വണ്ടിനെ അപേക്ഷിച്ചിട്ട് ഇലക്ട്രിക്കിലേക്ക് മാറിയപ്പോൾ കിട്ടിയത്? കാരണം യാത്ര ചെയ്യാൻ സുഖമാണ്, ഓട്ടാൻ സുഖമാണ്, ക്ഷീണമില്ല. യാത്രക്കാർക്ക് നല്ല അഭിപ്രായമാണ്. കൂടുതൽ ട്രിപ്പ് കിട്ടുന്നുണ്ടോ മറ്റു വണ്ടികളെ അപേക്ഷിച്ച്? അതുകൊണ്ട് ബാക്കിയുള്ള വണ്ടിക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്തുണ്ടോ? അവര് ദേശീയാണ്. നിങ്ങൾ സ്റ്റാൻഡിലിട്ട് ഓടുന്നതിന് മറ്റു വണ്ടിക്കൊക്കെ പെർമിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ പഴയ വരുന്ന CNG വണ്ടി ആണെങ്കിലും ഡീസൽ വണ്ടി ആണെങ്കിലും ഓൽക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെർമിറ്റ് വേണം. അപ്പൊ നമ്മള് കൊണ്ടോട്ടിക്കടുത്ത് കൊട്ടുകര ആയതുകൊണ്ട് KTR രീതിയിൽ പെർമിറ്റ് ഉണ്ട്. അത് നിങ്ങളെ വണ്ടിക്ക് ഇല്ല. അപ്പൊ അതിന്റെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിട്ടില്ല. പിന്നെ കൊണ്ടോട്ടിന്ന് ഒരു ദിവസം ട്രിപ്പ് എടുത്ത് അതിലെ പിന്നെ തടഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി എനിക്ക് ആടെ ഓടുള്ള പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പോയി ഒഴിവാക്കി ആളെ കയറ്റി ഞാൻ പോന്നു. എന്റെ പേര് അബ്ദുൽ ഷുക്കൂർ. ഞാൻ ഇവിടെ കൊട്ടുകരയാണ് താമസം.
കൊട്ടുകര, അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിന്ന് കൊട്ടുകര. ഞാനിവിടെ ഓട്ടോറിക്ഷ ഫീൽഡിലാണ് നാട്ടില്. എത്ര കൊല്ലായി ഓട്ടോറിക്ഷ? ഞാൻ ഓർഡർ എടുത്തിട്ട് ശരി 8 കൊല്ലത്തോളായി. 8 കൊല്ലായി. 8 കൊല്ലം ഏത് ടൈപ്പ് വണ്ടിയാണ്? ഞാൻ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അതിനുശേഷം ഇവിടെ കറണ്ടിന്റെ വണ്ടി ഇറങ്ങി, CNG ഇറങ്ങി. അപ്പൊ അതിലൊന്നും മാറാതെ നമ്മൾ ഡീസലിന്റെ വണ്ടി തന്നെ കൊണ്ടു നടക്കുക. ഡീസൽ വണ്ടി ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്താ ഇപ്പം പുതിയ CNG ഉള്ള ഗ്യാസ് വണ്ടി ഇറങ്ങി, അതേപോലെ കറണ്ടിന്റെ വണ്ടികൾ ഇറങ്ങി. ഈ വണ്ടികളൊക്കെ നിങ്ങളെ സ്റ്റാൻഡിൽ തന്നെ ഓടുന്നുണ്ട്. നിങ്ങളെ ഒപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഓലെ നിങ്ങൾക്ക് ഡീസൽ വണ്ടി ഒന്നും മാറാണ്ട എനിക്ക് തന്നെ മതി തോന്നാനുള്ള ഒരു കാരണം? ഡീസൽ വണ്ടി എന്തുകൊണ്ട് നമുക്കൊരു എളുപ്പമാണ്. നമ്മൾ അടുത്തടുത്ത് പമ്പുകളുണ്ട്. പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് ആയി നമുക്ക് തന്നെ കുറെ ഒക്കെ ചെയ്യാൻ കഴിയുന്നത് സാഹചര്യമാണ്. CNG എന്ന് പറഞ്ഞാല് കൂടുതലും മറ്റേ അതിന്റെ സിസ്റ്റങ്ങൾ പറഞ്ഞാല് ഓട്ടോമാറ്റിക് ആണ്. മറ്റേ കാര്യങ്ങള് കറണ്ടിന്റെ ആകുമ്പോഴും അതുപോലൊക്കെ തന്നെ വരുന്നത്. കാരണം നമ്മൾ കറണ്ടിന്റെ വണ്ടി ആയാലും ഏത് സമയത്ത് ചാർജ് കഴിയുകയാണെങ്കിൽ കുത്തി വെക്കണം. കുത്തി വെക്കണേ ആദ്യം നമ്മൾ അക്കൗണ്ട് പൈസ വേണം, റീചാർജ് ചെയ്തിട്ട് ചാർജ് കണക്ട് ആക്കാൻ കഴിയുള്ളൂ. അതൊക്കെ പല സ്ഥലങ്ങളിലും റേഞ്ച് കിട്ടാതെ വർഷങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഡീസൽ വണ്ടി ആകുമ്പോൾ നമുക്ക് എവിടുന്ന് എങ്ങനെ 10 രൂപയ്ക്ക് എണ്ണടിച്ച് 100 രൂപയ്ക്ക് എണ്ണടിച്ചാണ് എന്ത് ചെയ്യാം, അത് നമുക്ക് നമ്മളെ സ്ഥലത്തെത്തിക്കാം. എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടായി നമ്മൾക്കെന്നെ തീർത്താൻ എന്ത് ചെയ്യാം, നമുക്ക് നന്നാക്കിയാൽ നാട്ടിൽ എത്തിക്കുന്ന കുളത്തില് മെയിൻ്റെനൻസ് ആയിട്ട് കാര്യം 1000 ചോടൊക്കെ വരുള്ളൂ ഒരു മാസം കൂടുതൽ വന്നാല്. ഈ 8 വർഷമായിട്ടും നിങ്ങൾ ഇതേ വണ്ടി തന്നെയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതാ വണ്ടി വണ്ടി വലുതാക്കാൻ നോക്കിയത്, പക്ഷേ സാധിച്ചില്ല. ചെറിയ വണ്ടിയാണ് നമുക്ക് എല്ലാം കൊണ്ടും എളുപ്പം. നമ്മള് ഡെയിലി ഓടാന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിയാല് പിന്നെ നമ്മളൊരു രാത്രി 9 വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. എത്ര കിലോമീറ്റർ ഓടും? അതിന്റെ ഇടയിൽ നമ്മള് 150, 100, 200, 250 ഓടുന്നത്, ചില ദിവസങ്ങളിൽ 400, 300 ഓടുന്ന ദിവസങ്ങളുണ്ട്. അപ്പം ഒരു 150 മുകളിൽ ഡെയിലി ഓടും. ഡീസൽ വണ്ടി തന്നെ നല്ല CNG വണ്ടി അല്ലേ? ഹോസ്പിറ്റൽ കേസുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് പെട്ടെന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി നമുക്ക് നടക്കുള്ളൂ. കറണ്ടിന്റെ വണ്ടി ഒരു മിതമായ പോക്ക്, അതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കുന്നത് പുറത്തുകൊണ്ട് കുളത്തിലാണായി വരുന്നത്. ഓടിച്ചു നോക്കിയാണോ? ഓടിച്ചു നോക്കിയപ്പോ തോന്നിയത് അതാണ്, വലിയ സ്പീഡ് കിട്ടൂല. നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൈക്കൽ ഒതുങ്ങുമെന്നുള്ളൊരു പേടിയാണ്. ഡീസൽ വണ്ടി ആകുമ്പോൾ ആ പ്രശ്നമില്ല. നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് അതിന് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കി പോകും. അപ്പൊ ആ ഒരു സുഖമാണ് ഡീസൽ വണ്ടി കൊണ്ടുള്ളത്. ഞാൻ വണ്ടി ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയതാണ്. കുഴപ്പമൊന്നുമില്ല, വണ്ടി പ്രശ്നമില്ല. പക്ഷെ മൈലേജിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ അവര് പരിഹരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മൈലേജ് ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഇപ്പൊ 120 ഉള്ളൂ. പക്ഷെ മൈലേജ് പരിഹരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. 4 മാസമായി ഇപ്പൊ നമ്മൾ വണ്ടി എടുത്തിട്ട്. എത്ര കിലോമീറ്റർ ഓടി? എന്റെ 11,000 ചില ആയിട്ടുള്ളൂ. നമ്മൾ ആദ്യം അങ്ങനെ ഓട്ടമില്ല, സ്കൂള് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഡീസൽ വണ്ടിയോ അല്ലെങ്കിൽ വേറെ വണ്ടിയോ? എനിക്ക് ആദ്യം ബജാജ് ഉണ്ടായിരുന്നു ഡീസൽ. അതിനെക്കാട്ടൊക്കെ ബെറ്ററാണ്. കാരണം തന്നെ വർക്ക്ഷോപ്പ് കേസ്, മാസം കിട്ടുന്ന വർക്ക്ഷോപ്പ്, പിന്നെ വണ്ടി ഇതെല്ലാം കൂടി നോക്കണക്കാട്ടൊക്കെ നല്ല ലാഭം തന്നെയാണ്. ഇതുവരെ കംപ്ലൈന്റ് ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും അവർ വിളിച്ചാൽ നമുക്ക് അപ്പോൾ അതിന്റെ ഇത് ഇപ്പോൾ ചെയ്തു തരുന്നുണ്ട്. പഞ്ഞിപ്പോ ഞങ്ങൾക്ക് വളരെ ഒരു ഉപകാരം കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ അടുത്ത് തന്നെ വെല്ലത്തൂർ റൂട്ടിൽ, താന്നൂര് വെട്ടത്താണി വെല്ലത്തൂർ റൂട്ടിൽ ഒരു സർവീസും കൂടി വരുന്നുണ്ട്. നമുക്ക് വളരെ സുഖമാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ അതൊന്നുമില്ല. അവര് അതിനനുസരിച്ച് തന്നെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവർ ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും മറ്റുള്ള കമ്പനികളൊക്കെ പറയുന്നത് പോലെ ആരും ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇലക്ട്രോണിക് വണ്ടീൻ്റെ ഒരുപാട് കംപ്ലൈന്റുകളൊക്കെ പലരും കേൾക്കാറുണ്ട്. നമ്മളെ കൂട്ടുകാരൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നില്ല, സുഖമാണ്. യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ഒരു പ്രശ്നം അങ്ങനത്തെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുള്ള അവര് വണ്ടിയിൽ പൊതുവെ കനം കുറവാണല്ലോ. അപ്പം പിന്നെ കൂടുതൽ ചെറിയ വണ്ടി കനം കുറവല്ലേ, അപ്പൊ അതിൽ ചെറിയൊരു കുണ്ടും കുയ്യൊക്കെ വരുമ്പോൾ ചെറിയൊരു ചാട്ടം കാണിക്കുന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വണ്ടി എടുത്തതിൽ ഓട്ടോഷോപ്പ് ബജാജ് പോടെ വീട്ടിൽ എടുക്കണം. ഇത്ര കാലം വണ്ടി അത് തന്നെ ഓടിക്കുന്നത് ബജാജ് ആയിരുന്നു. 5 കൊല്ലത്തായിട്ട് ഡീസൽ വണ്ടിയാണ് ബജാജ്. അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ 4 മാസമായിട്ട് അത് വീട്ടിൽ തന്നെ ഇട്ടിക്കണം, ഉപയോഗിക്കണം. കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുട്ടികളൊക്കെ ഇരുത്താനൊക്കെ നമുക്ക് സുഖമാണ്. മറ്റേനും 4 ആളെ സുഖമായിട്ട്, ഇനി അത്ര നല്ല തടിയുള്ളവരാണെങ്കിൽ 4 ആള് സാറായിട്ട് സുഖമാണ്. അപ്പോൾ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ കമ്പനിക്കാരെ നമ്മൾ പറയുന്നത് ചെയ്തു തരാതാകുമ്പോഴാണ് നമുക്ക് അവരോട് ഇതുണ്ടാവുക. ഇവിടെ അത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. 11,000 കിലോമീറ്റർ ഓടിയല്ലേ? എൻ്റെ ഒരു ഷെഫീഖ്, സ്ഥലം മമ്പാട്. ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പം 3ാമത്തെ സർവീസിന് ഇങ്ങോട്ട് വന്നതാണ്. അൽഹംദുലില്ലാ കുഴപ്പം കാര്യമൊന്നുമില്ല. ഇപ്പം മൈലേജും കുഴപ്പമില്ല. ഒരു 160ന്റെ മേലേക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ മമ്പാടുന്ന് കോഴിക്കോട് പോയിരുന്നെങ്കിൽ 60-120 കിലോമീറ്റർ
പിന്നെ കടപ്പുറത്ത് കൂടെ ഒന്ന് കറങ്ങിയൊക്കെ വരണമെങ്കിൽ അതിൻ്റെ മേലെ വരും. എന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 25 കിലോമീറ്റർ ഒക്കെ ബാക്കിയാണ് വീണ്ടും ഓടാനായിട്ട്. പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ ഒക്കെ ചെറിയ പ്രശ്നം വന്നിരുന്നു, അതുവരെ മാറ്റി തന്നു ചെയ്തു. മുമ്പ് ഏതെങ്കിലും ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചിരുന്നു? ഇലക്ട്രിക് അല്ല, ഞാൻ ബജാജ് ഉപയോഗിക്കുന്നത് ഡീസൽ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറെ ഡീസൽ വണ്ടിയിലായിരുന്നു കൊണ്ടുവരുന്നതിന്. ഇപ്പോൾ 13 വർഷമായിട്ട് അതായിരുന്നു. അതിലെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കണം. ഇതാകുമ്പോൾ കാല് നീട്ടി വെച്ചിരിക്കാം. ഡ്രൈവർ സൈഡില് സ്പേസ് കൂടുതലാണ്, ഫ്രണ്ട് സ്പേസ് ഉണ്ട്. അതേപോലെ മുട്ടിന്റെ വേദന ഇപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. കാരണം കാല് നീട്ടി വെക്കാൻ അത് സൗകര്യമുണ്ട്. പിന്നെ ബാക്കിൽ ഒരു 4 അക്കനെ ഇരിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. സീറ്റ് മടക്കി വെച്ചാൽ പാസഞ്ചർ ആയിട്ടാ പോണേ. പാസഞ്ചർ കൊണ്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഇപ്പൊ 3ാമത്തെ സർവീസ് ഇപ്പൊ 10,000-ലാണ്. 10,000 അതിനകത്ത് വന്നു. ഇതിലിപ്പോ എത്ര രൂപ ചെലവായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ 10,000 കിലോമീറ്റർ ഓടിയിട്ട്? കറണ്ട് ബില്ല് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു ടോട്ടൽ ഇപ്പോൾ എനിക്ക് 2 മാസം ബില്ല് വന്നപ്പം 5,400 സംതിങ് ആണ് വന്നത്. 5,400, അതായത് വീട്ടിലത്തതും കൂടെ കഴിയണം. അപ്പോൾ വീട്ടിലേക്ക് ഒരു ആവറേജ് 1,000 രൂപ കറണ്ട് ബില്ല് വന്നിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 4,000 സംതിങ് ഇതിന് ബില്ലാകെ വന്നിട്ടുള്ളൂ ഈ 10,000 കിലോമീറ്റർ ഓടാൻ. അങ്ങനെയല്ല, ഒരു 2 മാസം കറണ്ട് ബില്ല് അത്ര വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 70-75 രൂപൻ്റെ ഉള്ളിലെ ഒരു ദിവസത്തെ കറണ്ട് ബില്ല് ആവുന്നുള്ളൂ. അപ്പം 75 രൂപ ഉണ്ടെങ്കിൽ 140-160 കിലോമീറ്റർ ഓടാൻ കഴിയുന്നുണ്ട്. കഴിയും 160 കിലോമീറ്റർ. അതായത് ഒരു 1,500 രൂപക്ക് ഓടാം. ഒരു 70-75 രൂപൻ്റെ ചാർജിന്. ഇപ്പൊ ഓടുന്ന ആൾക്കാർക്ക് ഇലക്ട്രിക് വണ്ടി മുതലാണ്, ഓടി ഉണ്ടാക്കണവർക്ക് ഓടുന്നവർക്ക് മുതലാവും. ഓക്കെ. ഏകദേശം 500 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്ന ഒരാൾക്ക് 430 വെച്ചിട്ട് സേവ് ചെയ്യാം. ചെയ്യാം. സർവീസ് കാര്യങ്ങൾ ഇപ്പൊ എല്ലായിടത്തും ആകാത്തോണ്ടുള്ള ഒരു പ്രശ്നമുള്ളൂ. ഇപ്പൊ അതായത് എല്ലായിടത്തും ചെറിയ പണി വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ തന്നെ പോകണം. അതന്നെ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ബുക്കിംഗ് ചെയ്തിട്ടേ അവര് വർക്ക് ഇത് എടുക്കുള്ളൂ. അല്ല നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കിടക്കേണ്ടി വരും ചെറിയ പണിക്കൊക്കെ. അപ്പൊ നമുക്ക് ഇവിടെ സ്കൂൾ ട്രിപ്പ് ഇങ്ങനത്തെ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാതെ വണ്ടിനെ പറയുകയാണെങ്കിൽ ഓടിക്കാനൊക്കെ സുഖം തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ സ്പെയർ ഒക്കെ കുറച്ച് വില കമ്പനിയിൽ മാത്രം കിട്ടുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. അതിപ്പോ നമ്മൾ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ബൽക്കൊക്കെ ആണെങ്കിൽ ഡീസൽ വണ്ടിക്കാർ വർക്ക്ഷോപ്പ് എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല സാധനം ചില പണി ഓൽക്കാൻ എടുക്കുക, ഇതൊന്നും നമുക്ക് പറ്റൂല. അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഒരു എത്ര കിലോമീറ്റർ വരെ ഓടും? ഇപ്പൊ പൊതുവെ പണിയൊക്കെ കുറഞ്ഞുള്ള സമയല്ലേ, കറക്റ്റ് ഒന്നും പറയാം. 100 കിലോമീറ്റർ കൂടും. 100 കിലോമീറ്റർ ഒക്കെ മൊത്തത്തിൽ ഓടും. 100 കിലോമീറ്റർ ഒക്കെ ഓടും. 100 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ എത്ര റുപ്യന്റെ CNG ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും വേണ്ടി വരും? ഇതിനിപ്പോ നമ്മളിപ്പോ ഈ ഇങ്ങനെ മെയിൻ റോഡല്ലാതെ തന്നെ ഉള്ളേരിയൊക്കെ ഓടുകയാണെങ്കിൽ 38 ആ ലെവലൊക്കെ മൈലേജ് കിട്ടും. ഏകദേശം ചിലവർക്ക് പല വണ്ടിക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. കുറെ ആളുകൾക്ക് അതിലേറെ മൈലേജ് കിട്ടുന്നവരുണ്ട്, കുറെ ആളുകൾക്ക് കുറവുണ്ട്. അതിന് വണ്ടിന്റെ എല്ലാ കംപ്ലൈന്റുകൾ തീർത്തിട്ടാണെങ്കിൽ ഇതിലേറെ ചിലപ്പോൾ ഒരു ലിറ്ററിന് എത്ര ചെലവ് വരുന്നത്? 38 കിലോമീറ്റർ എത്ര രൂപ ചെലവ് വരും? ചെലവ് നമുക്ക് ഒരു ലിറ്ററിന് തന്നെ ഇപ്പൊ 86 രൂപ. 86 രൂപയ്ക്ക് 35 കിലോമീറ്റർ ഓടും ആവറേജ്. അങ്ങനെ. അപ്പൊ ഒരു 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 250 റുപ്യന്റെ ചെലവ് അല്ലേ? ഒരു 350 റുപ്യ ഉണ്ടെങ്കിൽ ഒരു ദിവസം സുഖമായിട്ട് ഓടാം. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അതും വേണം കണക്കൂട്ടാൻ. ഏകദേശം അതന്നെയല്ലേ ഇപ്പൊ ഡീസൽ വണ്ടിക്കും വരുന്നത് അല്ലേ? പക്ഷെ വൈബ്രേഷനും കാര്യങ്ങളും കുറവാണ്, ഓടിക്കാൻ ഒന്നുകൂടി സുഖമാണ്. ഇനിയിപ്പോ നിങ്ങൾ CNG മാറിയിട്ട് ഇപ്പൊ ഓട്ടോറിക്ഷ തന്നെ വേറെ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡീസൽ സെലക്ട് ചെയ്യോ അതോ ഇലക്ട്രിക് സെലക്ട് ചെയ്യോ? ഞമ്മക്ക് ഉപയോഗിച്ചിട്ടുള്ള അനുഭവം ഉള്ളത് ഡീസലല്ലേ ഉള്ളൂ. ഇലക്ട്രിക് നമ്മൾ ഉപയോഗിച്ചില്ല. അതിന്റെ ഇനി വരും സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ല, അതിനെ പറ്റി അറിയില്ല. അപ്ഡേഷന് താഴേക്ക് പോവോ മുകളിലേക്ക് വരുമോ അറിയില്ല. അതിന്റെ ബാറ്ററിയിലെ മെയിൻ ആയിട്ടുള്ളത് അതിനെ പറ്റി നമുക്ക് അറിയാത്തോണ്ട് പറയാൻ വയ്യ. ഡീസൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉപയോഗിച്ച ഉഷാറൊക്കെ തന്നെയാണ്. അഥവാ CNG വണ്ടി മടുക്കുകയാണെങ്കിൽ ഡീസലിലേക്ക് പോകും. കാരണം ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് നമുക്ക് അറിയില്ല. നിങ്ങൾ ഹാപ്പി ആണോ CNG വണ്ടി ഉപയോഗിച്ചിട്ട്? മെച്ചാണ്, ഹാപ്പി തന്നെയാണ്. ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ഉള്ളൂ. അതായത് സർവീസിന്റെ പ്രശ്നങ്ങളാണ് മെയിൻ. സ്പെയർ കിട്ടാത്ത പ്രശ്നം, കുറച്ച് ഇത് വേണം. പിന്നെ പുറത്തുനിന്ന് പണിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നം. ഓക്കെട്ടോ, താങ്ക്സ്. അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര ശരാശരി മാക്സിമം എത്ര കിലോമീറ്റർ ഓടാം? അതായത് 150 ഓടുന്ന ദിവസമുണ്ട്, 170 ഓടുന്ന ദിവസമുണ്ട്.
ഒരു ചാർജ് ചിലപ്പോ രണ്ടാമത് ചാർജ് ചെയ്ത് കൂടും. ഒരു 150 കിലോമീറ്റർ ആവറേജ് ഒരു ദിവസം ഓടാണ്ടാവും. അവിടെ ഉണ്ടാവും. അപ്പൊ ഡീസൽ വണ്ടി ആണെങ്കിൽ എത്ര റുപ്യന്റെ മെയിൻ്റെനൻസ് നമ്മൾ കാണണം? ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ചെലവ് ഒരു 1000-1500 രൂപ ഓടണമെങ്കിൽ 400 റുപ്യന്റെ മേലെ വരും. ഇതേ ഓട്ടം ഇലക്ട്രിക് വണ്ടി ആണെങ്കിലോ അതിനൊരു പിന്നെ 60-70 റുപ്യന്റെ ചെലവ് അത്രേ വരുള്ളൂ. ഡീസൽ വണ്ടിന് അതേ വലിയും അതേപോലെ പുള്ളിങ് ഒക്കെ ഇലക്ട്രിക് വണ്ടിയുണ്ട്. അപ്പൊ ഡീസൽ വണ്ടിനേക്കാൾ പിന്നെ ഒരു നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ഇലക്ട്രിക് വണ്ടിയായിട്ട്? ഞാൻ ആ കമ്പനി പേര് പറഞ്ഞില്ല, എന്നാലും നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് മുമ്പ് ഉപയോഗിച്ച വണ്ടിനെ അപേക്ഷിച്ചിട്ട് ഇലക്ട്രിക്കിലേക്ക് മാറിയപ്പോൾ കിട്ടിയത്? കാരണം യാത്ര ചെയ്യാൻ സുഖമാണ്, ഓട്ടോ സുഖമാണ്, ക്ഷീണമില്ല, യാത്രക്കാർക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ മാത്രല്ല മെയിൻ്റെനൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ഏറെ ബാക്കിയാവും. മെയിൻ്റെനൻസ് ഇല്ല. സർവീസിനൊക്കെ എത്ര വരുന്നുണ്ട് നിങ്ങൾക്ക്? സർവീസില് പിന്നെ 2 സർവീസ് ഫ്രീ ഉണ്ട്. അതിലൊരു 340 റുപ്യ വരുള്ളൂ. പിന്നെ ഉള്ളതിന് ഒരു 1000 റുപ്യ അഡീഷൻ വരും. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി? ഇപ്പം 24,400 25ന്റെ ചോര ഓടി 7 മാസമായി. ഇപ്പൊ ഈ 25,000 കിലോമീറ്റർ ഓടിയിട്ട് കമ്പനിയിൽ എത്ര ചെലവ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് മൊത്തം? അവിടെ ഇപ്പൊ ഒരു 2500-3000 രണ്ടിന്റെ ചോടായിട്ട്. അതായത് 25,000 കിലോമീറ്റർ ഓടാൻ 2000 റുപ്യന്റെ ചെലവ് നിങ്ങൾക്ക് കമ്പനിയിൽ മെയിൻ്റെനൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 150 കിലോമീറ്റർ ഓടാൻ ഒരു 60 മുതൽ 100 റുപ്യ വരെ കറണ്ട് പൈസ ഉണ്ട്. 100 കൂട്ടുക. അപ്പൊ 25,000 കിലോമീറ്റർ കൂട്ടുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 5000-ന് താഴെ ചെലവ് വന്നിട്ടുള്ളൂ. അതാണ് ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് ബാക്കിയാവും. ഡീസൽ വണ്ടി ആവുമ്പോൾ 1000 റുപ്യ 1200 റുപ്യ കൂടുമ്പോൾ ഡീസൽ അടിച്ചാൽ പിന്നെ വല്ല ചെലവും ബാക്കിണ്ടാവും. പിന്നെ ഇതിന് മെയിൻ്റെനൻസ് വർക്ക്ഷോപ്പിലെ പൈസ അയച്ചാൽ അത് വേറെ പോകും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രിക് വണ്ടിക്ക് മാറിയത്. പിന്നെ നിങ്ങളെ കമ്പനീന്റെ, അതായത് ഞാൻ വണ്ടിയുടെ പേര് പറഞ്ഞില്ല, നിങ്ങളെ കമ്പനീന്റെ ഷോറൂമിലെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, എന്നാലും മോശമാണ്. ചെന്നാലും ഇങ്ങനെ ടൈം കുടിച്ചു ഇങ്ങനെ കാര്യങ്ങളാണ്. അതായത് തന്നെയാണ്. വണ്ടി സാറാണ്, വണ്ടി കുഴപ്പമില്ല. മറ്റുള്ള കമ്പനിയാണ്, പുതിയ കമ്പനിയാണ്, പറയാൻ പറ്റില്ല നമുക്ക്. നേരൊന്നും പോകുന്നു പറയാൻ പറ്റില്ല. പക്ഷെ സർവീസ് സർവീസാണ് കേസിൽ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ പുതിയൊരാള് ഡീസൽ വണ്ടി എടുക്കണോ, ഗ്യാസിന്റെ വണ്ടി എടുക്കണോ, ഇലക്ട്രിക് വണ്ടി എടുക്കണോ എന്ന് ചോദിച്ചാല് നിങ്ങൾ ഏതാ സജസ്റ്റ് ചെയ്യാം? ഞാൻ കറണ്ടിന്റെ വണ്ടി അറിയാം. കറണ്ടിന്റെ വണ്ടിയാ പറയാം. അതിപ്പോ ഇനി ഏത് കമ്പനി ആയാലും കറണ്ടിന്റെ വണ്ടിയോടാണ്. അത് ഉപയോഗിച്ച എക്സ്പീരിയൻസ് കൊണ്ടും പൈസ ബാക്കിയാണോ? ഡീസൽ വണ്ടിക്ക് പണി വന്നാലും വല്ലാതെ പൈസ തരൂല. ഈ പെട്രോൾ വണ്ടി ഇപ്പൊ ഇല്ലല്ലോ, കറണ്ടിന്റെ ഇപ്പൊ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിപ്പം അതിന്റെ എന്താ ശരിക്ക് ആർക്കും മനസ്സിലാക്കാനേ പറ്റിയില്ല. പിന്നെ ഇലക്ട്രിക് വണ്ടി ആർക്കും അധികം അറിയില്ല ശരിക്കും. എന്താ അത്ര എന്താ മെയിൻ്റെനൻസ് അങ്ങനെ വരിക, എന്താ ബാറ്ററി ചാർജിങ് അങ്ങനെ ഇതൊന്നും ആർക്കും അങ്ങനെ അറിയില്ല, എത്ര കിട്ടുന്നൊന്നും അറിയില്ല. അപ്പൊ ഡീസൽ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ച് പോയിരുന്നു. എത്ര പോയാ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് ഒന്നും വരാത്ത ദിവസമുണ്ട്, വരുന്നതുണ്ട്. ഒരു 10,000-ന് 10,000 ഒരു 100ഒക്കെ അല്ലേ ഓടുള്ളൂ. 100 ഓടൂലല്ലേ അങ്ങോട്ടും നടക്കുകയാണെങ്കിൽ എത്ര പോയിണ്ടാവും? അതിന്റെ അടിയിലായിട്ട് വരുള്ളൂ, താഴായിട്ടൊക്കെ ഓടുള്ളൂ. നമുക്കൊരു 350-400 അടിക്കുന്നുണ്ട്. ഏകദേശം 100 താഴൊക്കെ ഓടും. 100-ന് അല്ലേ, ഇവിടൊക്കെ തന്നെ ഓടുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ ലോക്കലല്ലേ. ഡീസൽ വണ്ടി വേറെ വണ്ടി ആക്കുകയാണെങ്കിൽ അത് LPG-ലേക്ക് മാറോ അല്ലെങ്കിൽ കറണ്ടിലേക്ക് മാറോ? മാറ്റാന്ന് പറഞ്ഞപ്പോ മാറ്റാൻ തൽക്കാലം സാഹചര്യം നോക്കാം, സാഹചര്യം അനുസരിച്ച് ചെയ്യും. ഇപ്പൊ മാറ്റാൻ തൽക്കാലം ഉദ്ദേശമില്ല. ശബ്ദ മലിനീകരണം ഇല്ലല്ലോ, പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സൈലന്റ് അല്ലേ വണ്ടി. താല്പര്യമില്ല. മെയിൻ്റെനൻസ് അല്ല, കാരണം ഇതിന് കംപ്ലൈന്റ് വന്നാൽ നന്നാക്കാൻ റിസ്ക്കാണ്.
കാരണം ഇവരെ CNG വണ്ടി CNG പിന്നെ കമ്പനിക്ക് കൊണ്ടുപോകാം, അല്ലാതെ ഇവിടെ വേറെ കടകളൊന്നും ഇല്ല. നമ്മുടെ ഗ്യാസും ഇല്ലല്ലോ, CNG പമ്പും ഇല്ല. രാമനാട്ടുകാരെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് കാര്യങ്ങളാണ്. ഡീസൽ വണ്ടി എല്ലാവർക്കും പമ്പുണ്ട്. ഡീസൽ വണ്ടിക്ക് എവിടെ വിളിച്ചാലും ആളുകളുണ്ട്, മെക്കാനികളുണ്ട് വന്ന് നന്നാക്കാൻ. പിന്നെ കുറെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നന്നാക്കാൻ മാത്രമേ ഉള്ളൂ. കറണ്ട് നമുക്ക് കൂടുതൽ അറിയില്ല, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടായി നമ്മൾക്കെന്നെ തീർക്കാൻ എന്ത് ചെയ്യാം, ചെറിയ കംപ്ലൈന്റ് ഒക്കെ നമുക്ക് നന്നാക്കിയ നാട്ടിൽ എത്തിക്കുന്ന കുളത്തില്. ഏകദേശം ഒരു മാസം എത്ര റുപ്യന്റെ ഒരു സർവീസ് വരലുണ്ട്? സർവീസ് മെയിൻ്റെനൻസ് ആയിട്ട് കാര്യം 1000 ഷോടൊക്കെ വരുള്ളൂ ഒരു മാസം. ഒരു മാസം കൂടുതൽ വന്നാല്. പിന്നെ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. കട്ടിങ് 700-800 ആ റേഞ്ചില്. അതായത് ഒരു മാസം 750 റുപ്യ മെയിൻ്റെനൻസ് ആയിട്ട് വരാറുണ്ട് ഈ 8 കൊല്ലമായിട്ട് ഉപയോഗിക്കുക. അതിന്റെ ഇടയിൽ പെട്ടെന്ന് കേബിളുകൾ പൊട്ടിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അതിന്റെ ചെറിയ പൈസ വരും. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, വണ്ടി ഉള്ളിൽ പോകുന്ന സാധനല്ലേ. ഈ 8 വർഷമായിട്ടും നിങ്ങൾ ഇതേ വണ്ടി തന്നെയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതാ വണ്ടി വണ്ടി വലുതാക്കാൻ നോക്കിയത്, പക്ഷേ സാധിച്ചില്ല. ചെറിയ വണ്ടിയാണ് നമുക്ക് എല്ലാം കൊണ്ടും എളുപ്പം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഈ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ 25,000 കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം 2,000 റുപ്യാണ്. ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞാണ് ഏകദേശം 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടി 2,000 റുപ്യാണ് മെയിൻ്റെനൻസ് ചാർജ് വന്നെന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങക്കാണെങ്കിൽ ഒരു മാസം ഒരു 750 റുപ്യ, അതായത് ഒരു മെയിൻ്റെനൻസ് എങ്ങനെയാലും 750 റുപ്യ വരുള്ളൂ. പക്ഷെ ഡീസൽ അടിക്കുമ്പോ അങ്ങനെ നമുക്ക് 2000 അടുത്ത് എങ്ങനെയാലും വരും. നമുക്കൊരു 500 റുപ്യക്ക് 600 ഡീസൽ അടിച്ചാൽ 1,800-2,000 റുപ്യ അടുത്ത് നമുക്ക് ഓടാൻ കഴിയുള്ളൂ. ഓട്ടമുള്ള ദിവസം ഉണ്ടാവും, ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. അതിനനുസരിച്ച് തന്നെ നമുക്ക് അതുകൊണ്ട് മെയിൻ്റെനൻസ് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഡീസൽ വണ്ടി ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ CNG വണ്ടിയിലേക്ക് മാറോ കറണ്ടിന്റെ വണ്ടിക്ക് മാറോ? നമ്മൾ കറണ്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചോദിച്ചതാണ്. വരികയാണെങ്കിൽ നമുക്ക് കറണ്ടിലേക്ക് ആയിരിക്കും നമുക്ക് മാറാം. കാരണം വീട്ടിലുള്ള സൗകര്യങ്ങളോ കാര്യങ്ങൾ കൂടുതൽ എല്ലായിടത്തും ഇത് പബ്ലിസിറ്റി ആയി വരുമല്ലോ. കറണ്ടിന്റെ കാര്യങ്ങൾ, അതിന്റെ മെഷീന് കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ഇതായിട്ട് വരുമ്പോ നമുക്ക് കറണ്ടിലേക്ക് ആവും എളുപ്പം. പിന്നെ അതേപോലെ ഒരു ദിവസം എത്ര കിലോമീറ്റർ ആവറേജ് ഓടുണ്ട് നിങ്ങള്? നമ്മള് ഡെയിലി ഓടാന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിയാല് പിന്നെ നമ്മളൊരു രാത്രി 9 വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. എത്ര കിലോമീറ്റർ ഓടും? അതിന്റെ ഇടയിൽ നമ്മള് 150, 200, 250 ഓടുന്ന ചില ദിവസങ്ങളിൽ 400, 300 ഓടുന്ന ദിവസങ്ങളുണ്ട്. അപ്പം ഒരു 150 മുകളിൽ ഡെയിലി ഓടും. ഡീസൽ വണ്ടി തന്നെ നല്ല CNG വണ്ടി അല്ലേ? അങ്ങനെ ചാർജ് ചെയ്യാനുള്ള സമയം എടുക്കണം. നമ്മൾ എങ്ങനെ 1 മണിക്കൂർ നമ്മൾ കുത്തിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതാകുമ്പോൾ 100 രൂപ ഡീസൽ അടിച്ച് നമുക്ക് എപ്പോഴും പോവാൻ വരാം. ആ ഒരു സുഖമാണ് ഡീസൽ വണ്ടി. പൈസ ബാക്കിയാണ് നോക്കുമ്പോ കറണ്ട് വണ്ടിയാണ്. പിന്നെ കറണ്ടിന്റെ വണ്ടിനെ പറ്റി ഒരു കുറവ് പറയുകയാണെങ്കിൽ എന്തായാലും പോരായ്മ? ഇപ്പൊ ഈ ചാർജിങ്ങിന്റെ ടൈം പറഞ്ഞു, അതന്നെ മെയിനായിട്ട്. പിന്നെ എന്താ വെച്ചാല് അത് ഒരു മിതമായ പോക്കേ പോവുള്ളൂ. ഹോസ്പിറ്റൽ കേസുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് പെട്ടെന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി നമുക്ക് നടക്കുള്ളൂ. കറണ്ടിന്റെ വണ്ടി ഒരു മിതമായ പോക്ക്, അതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കുന്നത് ബുദ്ധിമുട്ട് കുളത്തിലാണ് വരുന്നത്. ഓടിച്ചു നോക്കിയാണോ? ഓടിച്ചു നോക്കിയപ്പോ തോന്നിയത് അതാണ്, വലിയ സ്പീഡ് കിട്ടൂല. നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൈക്കൽ ഒതുങ്ങുമെന്നുള്ളൊരു പേടിയാണ്. ഡീസൽ വണ്ടി ആകുമ്പോൾ ആ പ്രശ്നമില്ല. നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് അതിന് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കി പോകും. അപ്പൊ ആ ഒരു സുഖമാണ് ഡീസൽ വണ്ടി കൊണ്ട്. ഓക്കെ, താങ്ക്സ് കേട്ടോ. മെയിനായിട്ട് ഞാൻ കണ്ടതിലേ ഉള്ള മെച്ചം എന്താ വെച്ചാല് ബാക്ക് ഡിക്കില് നല്ല സ്പേസ് ഉണ്ട്. ആ സീറ്റുകളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാല് ഒരു ഇതേപോലത്തെ 2-3 ടോയ്ലറ്റും ഉണ്ടോ? ഇതേപോലത്തെ 3 ടോയ്ലറ്റ് സുഖമായിട്ട് ഞാൻ കൊണ്ടുപോയി. ഡബിളേറ്റ് വലിക്കും ചെയ്യും വണ്ടി. നല്ല വലിയുണ്ട്. കയറ്റൊക്കെ സുഖമായിട്ട് കയറൂലേ, ഒരു പ്രശ്നമല്ല. നമ്മൾ എവിടെ നിർത്തിയോടന്ന് സുഖമായിട്ട്. പക്ഷെ നിർത്തിയിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോ എന്തുള്ളൂ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തിടാം. അതിന്റെ ഫുള്ള് പവർ മോഡിൽ ഇട്ടിട്ട് ആക്സിലേറ്റർ ഫുള്ള് കൊടുത്ത് നിൽക്കാം. ബ്രേക്ക് പെട്ടെന്ന് കാലം ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ടി കൂളായിട്ട് കയറി പോകും. പക്ഷെ ബൈക്കുമ്പോ സെൻസറുമ്പോ തട്ടിക്കഴിഞ്ഞാൽ ബാക്കിൽ കറങ്ങിപ്പോകും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെ യൂസ് ചെയ്യണോ അതന്നെ. അതായത് നമ്മളത് 2-3 പ്രാവശ്യം ഒന്ന് പരിശീലനം നടത്തിയാല് ക്ലിയറായി ചെയ്യാം. എനിക്ക് ഫസ്റ്റിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കയറ്റത്തിൽ കയറുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചെടുത്തുമായിരുന്നു. പിന്നെ സർവീസ് സെന്ററിൽ അതിനുള്ള ഹെൽപ്പും തന്നു. ഫുള്ള് നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചു വിളിച്ചാൽ അപ്പൊ അതിന് മറുപടി തരും. എവിടെ? മലപ്പുറത്തോടെ സർവീസ്? മലപ്പുറം പൂക്കോട്ടൂര്. നല്ല നീറ്റാണ്. മാനേജറും മോലൊക്കെ സൂപ്പറായിട്ട് എല്ലാം ആക്റ്റീവാണ്. പിന്നെ ഗ്രൂപ്പ് ഉണ്ട് ഇതിന്. മോണ്ട്ര വെഹിക്കിൾ മാത്രം ഗ്രൂപ്പ് ഉണ്ട്. അതില് സമീർ ബാബു പറഞ്ഞിട്ട് അടുത്തുണ്ട്, പിന്നെ പാണ്ടിക്കാടിലാണ്. പുള്ളി ആണ് ഇവിടുന്ന് ഫസ്റ്റ് വണ്ടി എടുത്തിട്ടുള്ളത്. പുള്ളി ഫുള്ള് ഇതിന്റെ ടെക്നിക്കൽ പഠിച്ചെടുത്തിട്ട് പുള്ളിയും പറഞ്ഞു തരും എന്ത് സംശയം ഉണ്ടെങ്കിലും. ഇനിയിപ്പോ കമ്പനിയിൽ ആരെങ്കിലും
വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലെ എക്സ്പീരിയൻസ് ഉള്ളവര് അത്, അതായത് ഇത് വാങ്ങിയ ആളുകൾ തന്നെയാണ് ഇത് വിൽക്കാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗ ഗുണങ്ങൾ കിട്ടുമ്പോഴാണ് എന്നാ ഇത് ഇതിന്റെ ഒപ്പമുള്ളവർക്ക് കൊടുത്തൂടെ എന്നുള്ള തോന്നല്. അപ്പൊ എന്നോട് ഇത് 3-4 പേര് വന്ന് ട്രെയിനിങ് ചോദിച്ചു, ഞാൻ കൊടുത്തു, അവര് ട്രെയിനിങ് എടുത്തു. ഇനി അവര് പോയി അതിന്റെ എൻക്വയറി നടത്തിയിട്ട് അവരെടുക്കും. നിങ്ങൾ ഹാപ്പിയാണ്? നമ്മൾ ഹാപ്പിയാണ്. പേര് എന്താ പറഞ്ഞിന്? എന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. പക്ഷെ നാട്ടിൽ മുത്തു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. സ്ഥലം വളപുരം, പുലാമന്തോള്. അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, താങ്ക്സ് കേട്ടോ. താങ്ക്സ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ എന്തായാലും കണ്ടല്ലോ. ഇതിൽ CNG ഉപയോഗിക്കുന്ന ഓട്ടോ ഡ്രൈവറെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഡീസൽ വാഹനം ഉപയോഗിക്കുന്ന 4-5ഓളം ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ നമ്മൾ കണ്ടു. അവരൊക്കെ അതിന്റെ ഓണർ കൂടിയാണ്. അതേപോലെ ഇലക്ട്രിക് 2 കമ്പനികളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് പുതിയ ഒരാള് ഏത് വണ്ടി എടുക്കണം എന്ന് നോക്കുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ചില സംഗതികൾ പറയാം. ഇപ്പോൾ സാധാരണ ഇപ്പം ഞാൻ പോയ സ്റ്റാൻഡിലൊക്കെ ഓട്ടോ ഓടുന്നത് ഏകദേശം ഒരു 80 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണ്. അതിലൊരു വണ്ടിക്കാരൻ മാത്രമാണ് 200-250 ഒക്കെ അല്ലെങ്കിൽ 400 വരെയൊക്കെ ഒരു ദിവസം ഓടാറുണ്ട് എന്ന് പറഞ്ഞത് ഒരു വണ്ടിക്കാരൻ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം 80 മുതൽ 140 കിലോമീറ്റർ ആണ് ആവറേജ് ഓടുന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസം 150 കിലോമീറ്റർ ഓടുന്ന ട്രിപ്പ് എടുക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം ഇലക്ട്രിക്കിന്റെ വണ്ടിയാണെങ്കിൽ അയാൾക്ക് 75 രൂപ ഒരു ദിവസത്തെ ചെലവ്. 150 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 75 രൂപ ഒരു ദിവസം ചെലവ് വരുന്നുണ്ട്. അതേസമയം ഡീസൽ ആണെങ്കിൽ ഇവർ പറഞ്ഞ പ്രകാരം കാൽക്കുലേഷനിൽ ഏകദേശം 350 മുതൽ 400 വരെ അല്ലെങ്കിൽ 400ന്റെ മുകളിൽ വരുന്നുണ്ട്. എങ്ങനെ വന്നാലും 400 രൂപ ഒരു ദിവസം ഡീസൽ അടിക്കാൻ, ഒരു 1500 റുപ്യക്ക് ഓടുമ്പോൾ 400 രൂപ വരെ ഡീസൽ അടിക്കാൻ ആവശ്യമാണ് എന്നുള്ള ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ CNGന്റെ ഡ്രൈവറുമായി സംസാരിച്ച സമയത്ത് CNG ഓടിക്കുന്ന സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 350 മുതൽ 400 രൂപ വരെ ഒരു ദിവസത്തേക്ക് ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. 38 കിലോമീറ്റർ 40 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സമയമുണ്ട്. അതേ സമയത്ത് ചില ഉള്ളേരിയിലൂടെ ഒക്കെ പോകുമ്പോൾ CNG വണ്ടിക്ക് 35 കിട്ടുന്നുണ്ട്. നമ്മളൊരു ആവറേജാണ് കൂട്ടുന്നത്. എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയാണ് എന്ന ക്രമത്തിലാണ് കൂട്ടിയത്. അപ്പോൾ 150 കിലോമീറ്റർ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 350 മുതൽ 400 രൂപ വരെ. ഇത് ഉപയോഗിച്ച ആളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കാണ്. 75 രൂപ ഇലക്ട്രിക് വണ്ടികൾക്കും 400 രൂപ ആവറേജ് CNG വണ്ടിക്കും ഡീസൽ വണ്ടിക്കും ഒരു ദിവസം ചെലവ് വരുന്നുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ടുള്ള ബാക്കി തുകയാണ് അവർക്ക് അന്ന് ഓടിക്കിട്ടിയതിന്റെ ബാലൻസ് ആയി കിട്ടാൻ പോകുന്നത്. ഇനി 25,000 കിലോമീറ്റർ ഈ വാഹനങ്ങൾ ഇതേ രൂപത്തിൽ ഓടുകയാണെങ്കിൽ എത്ര രൂപ വരും എന്നുള്ള കണക്ക് ഞാൻ കൂട്ടിയ സമയത്താണ് എനിക്ക് അതിന്റെ വ്യത്യാസം വളരെ വലുതായി തോന്നിയത്. 25,000 കിലോമീറ്റർ ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ് ഓടുന്നതെങ്കിൽ, സ്ഥിരമായിട്ട് ഓടുന്ന വാഹനമാണ്, ആ ഒരു വാഹനത്തിന് 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടി വരുന്നത് 12,500 രൂപയുടെ KSEBിയുടെ ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അത്രയെങ്കിൽ 12,500 രൂപയുടെ ചെലവാണ് 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി വരുന്നത്. അതേസമയം 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഡീസലിന്റെ ചെലവ് നോക്കുന്ന സമയത്ത് 66,667 അല്ലെങ്കിൽ 66,000 രൂപ ആവറേജ് 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഒരു ഡീസൽ വാഹനം ഓടിക്കുന്നയാൾ ചെലവഴിക്കുന്നുണ്ട്. ഏകദേശം അത്ര തന്നെ എമൗണ്ട് തന്നെയാണ് എനിക്ക് 66,000 രൂപ തന്നെയാണ്. 66,000 67,000 രൂപയുടെ CNG നിറക്കുന്നുണ്ട്. CNG ഓട്ടോ ഓടിക്കുന്ന ഒരു സുഹൃത്ത്. അപ്പൊ അവരെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ കൂട്ടിയത്. അപ്പം ഡീസൽ വാഹനവും CNG വാഹനവും അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനവും തമ്മിലുള്ള 25,000 കിലോമീറ്ററിന്റെ ഓടുന്നതിന്റെ ചെലവ് നോക്കിയാൽ തന്നെ 66,000-ഉം 12,500 രൂപേന്റെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഞാൻ 3 കമ്പനികളിൽ ചെന്നിട്ട് ഇലക്ട്രിക് വണ്ടിന്റെ എക്സ്പെൻസ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് 1000 രൂപയാണ് ആവറേജ് വരുന്നത്. 20,000 കിലോമീറ്റർ ഓയിൽ ചേഞ്ചിങ് വരുന്നുണ്ട്. അതേപോലെ 25,000 കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം അവർക്ക് ഒരു 1000 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്. ഇതിലുള്ള ഒരു ഇലക്ട്രിക് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ള സെയ്തൽവി എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുള്ള തന്നെ ഏകദേശം 2,000-ന് താഴെ 1,000-1,500 രൂപ വന്നിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഒരു ആവറേജ് കണക്ക് ഒരു 1000 രൂപയാണ് നോർമലി വന്നിട്ടുള്ളത്. അതേസമയം 3 സർവീസ് കഴിഞ്ഞ 4 ഇലക്ട്രിക് വണ്ടീന്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് 700-ന് താഴെ വന്നിട്ടുള്ളൂ എന്നാണ്. അപ്പൊ 1000 രൂപ നമുക്കൊരു ആവറേജ് 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഇലക്ട്രിക്കിന്റെ സർവീസ് ചാർജ് ആയി കണക്കാക്കാം. പക്ഷേ ഡീസലിലേക്ക് വരുന്ന സമയത്ത് 5,000 മുതൽ 6,000 രൂപ വരെയും CNGയിലേക്ക് വരുന്ന സമയത്ത് 4,000 മുതൽ 5,000 രൂപ വരെയും എക്സ്പെൻസ് കാണിക്കുന്നുണ്ട്.
അപ്പോൾ 12,500 പ്ലസ് ഒരു 1000 കൂട്ടി കഴിഞ്ഞാൽ 13,500 രൂപ അല്ലെങ്കിൽ ഒരു 14,000 രൂപ അങ്ങേ അറ്റം പോയാൽ ഇലക്ട്രിക് വണ്ടിക്ക് 25,000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് വരുന്ന ചെലവ് എന്ന് പറയുന്നത്. അതേസമയം ഡീസലിലേക്ക് വരുന്ന സമയത്ത് ഒരു 66,000 രൂപയും അതിനോട് കൂടെ തന്നെ ഒരു 6,000 രൂപയും കൂട്ടി കഴിഞ്ഞാൽ 72,000 രൂപ ഡീസൽ വണ്ടിക്കും 71,000 രൂപ CNG വണ്ടിക്കും വരുന്നുണ്ട്. ഇതെൻ്റെ കാൽക്കുലേഷനാണ്. ഞാൻ എന്നോട് പറഞ്ഞ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ച് എഴുതിയതാണ്. നിങ്ങൾക്കത് പരിശോധിക്കാൻ തെറ്റാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ വില വ്യത്യാസം നോക്കി 72,000 അതേപോലെ തന്നെ 13,000 രൂപ അല്ലെങ്കിൽ 14,000 രൂപ വ്യത്യാസം വരുന്ന ഏകദേശം 58,000 രൂപയുടെ ഒരു വ്യത്യാസം 25,000 കിലോമീറ്ററിന് കറണ്ടിൽ ഓടുന്ന ഇലക്ട്രിസിറ്റിക്ക് ഓടുന്ന ഓട്ടോക്ക് കുറവാണ്. അതിൻ്റെ പോരായ്മകളായി ഡീസൽ വണ്ടി ഓടുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷനുകളില്ല. 150 കിലോമീറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും 1, 2, 3 മണിക്കൂർ ചാർജിങ്ങിന് വേണ്ടി സമയം കണ്ടെത്തണം. ഏവറേജ് എല്ലാവരും 100 മുതൽ 150 കിലോമീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഉപയോഗിക്കാം, ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കാം. ഡീസൽ വണ്ടി ആകുമ്പോൾ മാസത്തിലേക്ക് ഒരു 800 മുതൽ 1000 രൂപയും 2 മാസം കൂടുമ്പോൾ ഒരു 700 രൂപ ആവറേജ് ഓയിൽ മാറ്റാനും മറ്റ് ചെലവുകളിലേക്ക് മാറ്റി വെക്കണം. ഇത്രയും എക്സ്പെൻസ് ഒന്നും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോകൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാം. നല്ലൊരു വ്യത്യാസം, ഒരു 58,000 മുതൽ 60,000 രൂപയുടെ വ്യത്യാസം ഓരോ 25,000 കിലോമീറ്ററിലും ഡീസലിനും അതേപോലെ CNG ഉപയോഗിക്കുന്ന വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന വണ്ടികൾക്കുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന 2 വണ്ടികളുടെ കാര്യം നോക്കിയ സമയത്ത് സർവീസാണ് പ്രധാന പ്രശ്നമായി പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ സർവീസ് വളരെ പക്കയാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. അതേപോലെ തന്നെ ഒരു പ്രസ്തുത കമ്പനിയുടെ കാര്യം പറയുന്ന സമയത്ത് സർവീസ് വളരെ മോശമാണ്. അപ്പം നിങ്ങൾ ഒരു വാഹനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല സർവീസുള്ള കമ്പനി ഏതാണോ അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവർക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ അനുഭവം എന്താണോ എന്ന് ചോദിച്ചിട്ട് മാത്രം ഇലക്ട്രിക് വണ്ടി തിരഞ്ഞെടുക്കുക. കണ്ട അഭിപ്രായത്തിൽ മോണ്ട്രയുടെ സർവീസൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വിശ്വസിക്കേണ്ട, നിങ്ങൾ നേരിട്ട് പോയിട്ട് മോണ്ട്ര ആണെങ്കിലും മറ്റു കമ്പനികളിലാണെങ്കിലും ഏത് കമ്പനിയുടേതാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന വാഹനം ഉപയോഗിക്കുന്ന കസ്റ്റമർ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പെരുമാറ്റം എങ്ങനെയാണ്, സർവീസ് കിട്ടുന്നുണ്ടോ, ചാർജറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി കിട്ടുന്നുണ്ടോ, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നുണ്ടോ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു വരുമാനം ബാക്കിയാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യാം. അതേസമയത്ത് ഡീസൽ ആകുമ്പോഴും CNGയുടെ വാഹനമാണെങ്കിലൊക്കെ ഒരുപാട് ചിലവ് കൂടുതലാണ്. CNGയുടെ വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അവരുടെ സർവീസ് സെൻറ്ററിനെ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പറ്റില്ല, മറ്റൊരു കാര്യം സ്പെയർ പാർട്സ് കിട്ടാനില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നയാൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാ സുഹൃത്തുക്കളും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.